ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ കുക്കറിൽ ഇതുപോലെ മാവ് അരച്ച് വെച്ചിരുന്നു. അത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. അതൊക്കെ ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ അപ്പം ചുട്ടെടുക്കുവാണ്. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ അപ്പം വേഗം പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുക്കറിലാണ് അരച്ച് വെക്കാറ്. ആലൂന് ലഞ്ചിനുള്ള മീൻ പൊരിക്കുകയാണ്. ചെമ്മീനാണ് ഇന്ന് എടുത്തിരിക്കുന്നത്. സ്കൂളിൽ പോകുന്ന മക്കളുള്ള എല്ലാ വീട്ടിലും ഈ രാവിലത്തെ റഷ് സ്ഥിരമായിട്ടുണ്ടാവും. കിച്ചണൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുകയാണ്. ഇനി ലഞ്ചും സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്ത് അവൾ പോയതിന് ശേഷമേ എല്ലാം ഒതുക്കി വെക്കുള്ളൂ. ക്രീം ബന്നും ഫ്രൂട്ട്സും ആണ് ഇന്ന് സ്നാക്സ് ആയി കൊടുത്തിരിക്കുന്നത്. ലഞ്ചിന് അപ്പവും ചെമ്മീനും, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബൗളിൽ ചെറുപയർ കറിയും കൂടി കൊടുത്തു വിട്ടിരുന്നു. പിന്നെ അത് അവൾ റെഡിയാക്കി സ്കൂളിലേക്ക് വിട്ടു. അതിന് ശേഷം അതാ ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞാൻ എന്തോ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ മാറ്റി ഒരുങ്ങി മോളെ സ്കൂളിലേക്ക് പോയി. ആർട്സ് ഡേ ആയിരുന്നു. അവൾ ഒരു ബട്ടർഫ്ലൈ ആയിട്ടാണ് പെർഫോം ചെയ്തത്. ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനാണ് ഉണ്ടായത്. ഒരുങ്ങി വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിരുന്നു. പെർഫോമൻസൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തു. പക്ഷെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു പെർഫോം ചെയ്യാൻ. എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിരുന്നു. എനിക്ക് ഭയങ്കര താല്പര്യമാണ് അവളങ്ങനെ സ്റ്റേജിൽ കാണാനും സ്റ്റേജിൽ എല്ലാ കാര്യങ്ങളും പെർഫോം ചെയ്യാനും. അങ്ങനെയൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവളാവാൻ ഏറ്റവും ആഗ്രഹിച്ച ഒരു തീം തന്നെയാണ് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത്. പർപ്പിളും ബ്ലാക്കും ആയിട്ടുള്ള ഒരു തീമായിരുന്നു ചെയ്തത്. അവരിങ്ങനെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ഹാപ്പിനെസ്സിനെക്കാട്ടും ഭയങ്കര സങ്കടമൊക്കെ വരും. അയ്യോ, നമ്മുടെ മക്കളൊക്കെ ഇത്ര വലുതായല്ലോ എന്നുള്ളത്. മക്കളെ എല്ലാ കാര്യത്തിലും നമ്മൾ മുന്നിൽ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യണം. അവർ തോക്കുകയോ ജയിക്കുകയോ ഒന്നും കാര്യമാക്കണ്ട. ഇനി നമ്മൾ ബെസ്റ്റ് ലെവലിൽ കാണാനുണ്ട് എന്നുള്ള ആ ഒരു കുറച്ച് വിശ്വാസത്തിൽ അവരങ്ങനെ തന്നെ പഠിപ്പിച്ചെടുക്കണം. അവൾക്ക് എന്തിലേലും പങ്കെടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഗിഫ്റ്റോ അങ്ങനെ സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര വിഷമമാണ്. എന്നാലും നമ്മൾ എപ്പോഴും അവളെ എല്ലാത്തിലും പങ്കെടുപ്പിക്കും. കാരണം തോറ്റാലും അതിൽ നമ്മളിങ്ങനെ സ്റ്റേജിലെല്ലാം പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, നമ്മളെ മക്കളാണല്ലോ എന്നുള്ളത്. പിന്നെയും ചെയ്യുമ്പോഴേ അവർ മുന്നേറുള്ളൂ. പിന്നെയും ചെയ്യാനുള്ള ഒരു തോട്ട് അവർക്ക് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.